ഗായ്സ്, എല്ലാവർക്കും EP വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നമ്മളെത്തിയാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സാധനം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇറങ്ങാറ്. ഇന്ന് നമ്മൾ കൊച്ചിയിലെത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. മുമ്പ് നമ്മൾ ഒരു കല്യാണത്തിന് വേണ്ടി അസീസിയ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിക്കണം. ആ അസീസിയ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ് നമ്മളുള്ളത്, പാടിവട്ടത്ത്. നമ്മൾ നേരെ പോകുന്നത് അസീസിയ കൺവെൻഷൻ സെൻറ്ററിലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൺവെൻഷൻ സെൻറ്റർ അല്ല, അവിടെ ചില സംഗതികൾ നടക്കുന്നുണ്ട്, അതിന് ചുറ്റിപ്പറ്റിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി EP വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. നമ്മളിതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2:30 ആയ സമയത്താണ് നമ്മളിവിടെ എത്തിയത്. നമ്മളിവിടെ കല്യാണം കൂടാൻ വന്നൊന്നല്ല കേട്ടോ, ഇവിടെ വേറെ ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. ആ പരിപാടികൾ ഇതാകാൻ വേണ്ടിയിട്ടാണ് 8:30 നമ്മളിവിടെ എത്തിയത്. എത്തിയ സ്ഥിതിക്ക് എന്തായാലും ഇനിയിപ്പോൾ സംഗതി തീരുമാനമാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം നമുക്കുള്ളിൽ പോയേക്കാം. ഗൈസ്, നമ്മളെത്തിയപ്പോൾ ഇവിടെ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്. ആരാണ് അറിയാം ഉള്ളത്? ആളുകൾക്ക് ആ കൂട്ടം കൂടി നിൽക്കുന്നത്. ഇവിടെ കല്യാണത്തിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേസ്. അവിടെ ഷൂട്ടിങ്ങാണ്. ഷൂട്ടിങ് നമ്മൾ എടുക്കുന്നത് നല്ല മഞ്ഞെടുക്കാൻ എടുക്കാത്തതാണ്. അതിൻ്റെ ഫുൾ സെറ്റായിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങാണ്. അവിടെ ഡാൻസ് പ്രാക്ടീസ്, ഇവിടെ നനക്കൽ ഒക്കെ പാടൊക്കെയുണ്ട്. നമ്മൾ വരവ് വെറുതെ ഇല്ല, ദിലീപേട്ടനെ കണ്ടു, കൂടെ നിന്ന് സംസാരിച്ചൊരു ഫോട്ടോ എടുത്തു. അഗൈൻ ഹിസ്റ്ററി റിപ്പീറ്റ്സ്. നമ്മൾ വീണ്ടും ചരിത്രം ആവർത്തിച്ചു. നമ്മൾ ഈ ഒരു എറണാകുളം വരവും വെറുതെ ആയില്ല. കാര്യമുള്ള കാര്യത്തിനാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ കൂടെ നമ്മളെ കാര്യം കൂടി നടക്കേണ്ടത്. ലക്ഷ്യനെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഫുള്ള് നമ്മളപ്പം കിട്ടും. ലൈഫിലിപ്പോൾ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നടക്കുമെന്ന് വിചാരിച്ചാൽ മുന്നിട്ട് ഇറങ്ങിയാൽ എങ്ങനെയെങ്കിലും ആയിട്ട് ആ കാര്യം നടക്കും. അല്ലാണ്ടെങ്കിൽ അതിനോട് ഇറങ്ങി പോരാടിക്കാണ് തോറ്റാൽ പോട്ടെ നോക്കണം. അപ്പം കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ദിലീപേട്ടനെ കണ്ടു. അവിടെ കൂടുതൽ ഷൂട്ടിങ് ആയതുകൊണ്ട് തന്നെ മീൻസ് സിനിമേൻ്റെ പേര് പോലും റിലീസായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിളിക്കുന്നതിന് പരിമിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയിട്ട് കൂടുതൽ ഫോട്ടോ എടുക്കാൻ പറ്റി. എന്താ ചെയ്യാം, ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിർത്തിക്കൊണ്ട് പുതിയ വീഡിയോയുമായി ഇവിടെ തന്നെ വരും. വ്ളോഗ്സ്.